ഓക്കെ, ഹലോ. എല്ലാവരും CGL ഒക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഓൾ കേരള മോക്ക് ടെസ്റ്റിൻ്റെ സൊല്യൂഷനാണ്, ആദ്യത്തെ മോക്ക് ടെസ്റ്റിൻ്റെ സൊല്യൂഷനാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഓൾ കേരള മോക്ക് ടെസ്റ്റ്, CGL മോക്ക് ടെസ്റ്റ് എന്ന് അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. വരാൻ പോകുന്ന CGL എക്സാമിന് വേണ്ടിയിട്ട് ഇനിയുള്ള എല്ലാ ദിവസവും ദിശ അക്കാദമി ഒരു ഫ്രീ മോക്ക് ടെസ്റ്റ്, ലൈവ് മോക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടും റാങ്ക് ലിസ്റ്റും അതുപോലെ തന്നെ ഇത്തരത്തിൽ സൊല്യൂഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ആയിരിക്കും. ഓൾ കേരള മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിലുള്ള നിങ്ങളുടെ സിറ്റുവേഷൻ എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ സൗജന്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തി മോക്ക് ടെസ്റ്റുകൾ ചെയ്തു നോക്കുക. കേരളത്തിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത്, ഒരു ടോപ്പ് 10% എത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ 25 ക്വസ്റ്റ്യൻ ഉണ്ട്. ആദ്യത്തെ എക്സാമിന് 25 ക്വസ്റ്റ്യൻ ആണ്. ആ 25 നമുക്ക് ബെറ്റർ ആയിട്ടുള്ള മെത്തേഡിൽ സോൾവ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ സോൾവ് ചെയ്യുന്ന മെത്തേഡ് ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു മെത്തേഡ്, നല്ലൊരു മെത്തേഡായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനി അതല്ല, എൻ്റെ മെത്തേഡ് സ്ലോ ആണ്, ബെറ്റർ മെത്തേഡ് ഉണ്ടെന്ന് പറയാൻ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ദിശ അക്കാദമിനെ എന്നും മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ബോക്സ് നിങ്ങളതാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. വെൻ എ നമ്പർ ഇസ് ഡിവൈഡ് ബൈ 45 ദ റിമൈൻഡർ ഈസ് 21. ഓക്കെ, ഒരു നമ്പറിന് 45 കൊണ്ട് വെച്ചപ്പോൾ റിമൈൻഡർ 21 ആണ്. ഓക്കെ, വാട്ട് വിൽ ബി ദ റിമൈൻഡർ വെൻ നമ്പർ ഈസ് ഡിവൈഡ് ബൈ 15? ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 45ന്റെ ഒരു ഫാക്ടർ ആണല്ലോ 15. ഓക്കെ, അപ്പോൾ ആ നമ്പറിന് 45 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ 15 കൊണ്ട് ഹരിക്കാൻ പറ്റും. പക്ഷേ 45 കൊണ്ട് ഹരിച്ചപ്പോൾ റിമൈൻഡർ 21 ഉണ്ട്. ആ 21നെ 15 കൊണ്ട് ഒന്നും കൂടെ ഹരിച്ചു നോക്കിയാൽ മതി. അവിടെ റിമൈൻഡർ 6 എന്ന് കിട്ടും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തേലേക്ക് വരുമ്പോൾ A:B ഈക്വൽ ടു B:C. ഓക്കെ, A:B ഈക്വൽ ടു B:C. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാം, ഇവിടെ B² ഈക്വൽ ടു AC എന്ന് പറയാം. അതിൽ B96 ആണ് തന്നിട്ടുണ്ട്. പിന്നെന്താ ചോദിച്ചിരിക്കുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി എ പോസിബിൾ പെയർ ഓഫ് വാല്യൂസ് ഫോർ A and C? എന്റെ സിന്റെ വാല്യൂസ് എന്താണെന്ന് ചോദിക്കുന്നത്. അവിടെ B² 96 ആണ്. ഇപ്പൊ 96 ഈക്വൽ ടു റൂട്ട് AC എന്ന് എടുക്കാമല്ലോ. ഈ B² ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ റൂട്ട് AC. അപ്പൊ ഇതിൽ ഏതിന്റെ റൂട്ട്, പ്രൊഡക്റ്റിന്റെ 24 into 374 ഇതിന്റെ റൂട്ട് എടുക്കുമ്പോൾ 96 കിട്ടുമെന്ന് നോക്കിയാൽ മതി. അപ്പോൾ റൂട്ട് എടുക്കാൻ നിങ്ങൾ ഭയങ്കര ടെൻഷൻ ആവുമെന്ന് ചെയ്യരുത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് റൂട്ട് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. 4 ഓപ്ഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ കാണുമ്പോൾ റൂട്ടുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആരാന്ന് നോക്കിയാൽ മതി. 24 ഉണ്ട്, 32 into 32 ഉണ്ട്. ഇതിൽ 32 ആണ് 16 into 2 അല്ലെ. 32 ആണ് ഇവിടെയും 16 into 2. അപ്പോൾ 32 ആണ് നമുക്ക് റൂട്ട് എടുക്കാൻ കുറച്ചും കൂടെ എളുപ്പം ഉണ്ടാവുക. ഇവിടെ അപ്പോൾ അതിന്റെ ഓപ്ഷൻസ് നോക്കിയാൽ 364 288. ഓക്കെ, 288 നമുക്ക് നല്ല പരിചയമുണ്ട്. 144ന്റെ ഇരട്ടിയാണ്. ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നത്, അത് നമുക്ക് സ്ക്വയർ കണ്ട് പരിചയം ഉണ്ടാവണം. സ്ക്വയർ ഒക്കെ നല്ല പച്ചവെള്ളം പോലെ ആയാലേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ റൂട്ട് ഓഫ് 2 into എത്രയാ 16 into 2 into 144 എന്ന് വരും. അത് എടുത്ത് നോക്കുക. അവിടെ 2 2 ഉണ്ട് റൂട്ടിനകത്ത്. അപ്പോൾ 2 പുറത്തിടാം. 16ഉം 144ഉം റൂട്ട് എടുത്താൽ 4 into 12 എന്ന് കിട്ടും. 2 into 4 8 ആണ്. 8 into 12 96 ആണ്. ഓക്കെ, അതിന്റെ അർത്ഥം എന്താ, എനിക്ക് B കിട്ടി, 96 കിട്ടി. അപ്പോൾ ആൻസർ 2 ആയിരിക്കും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത് അടുത്ത ക്വസ്റ്റ്യൻ, ഓക്കെ, ഇത് ടൈം ആൻഡ് വർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. A is as efficient as B and C together. A B and Cന്റെ അത്ര തന്നെ എഫിഷ്യന്റ് ആണ്. പിന്നെ എന്താ പറയുന്നത്, വർക്കിംഗ് ടുഗദർ A and B can complete a work in 36 days. എയും ബിയും കൂടെ 36 ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്യും. C alone can complete in 60 days. C alone can complete in 60 days. നിങ്ങൾ നോക്കണേ, ഇവിടെ 0 ആണ്, ഇവിടെ 6 ആണ്. അപ്പൊ ഇങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മോസ്റ്റ് പ്രോബബ്ലി അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ ഒന്ന് എൻഡ് ചെയ്യുന്ന 0ലും ഒന്ന് എൻഡ് ചെയ്യുന്ന 4ലും ആണെങ്കിലും നിങ്ങൾക്ക് 5 കൊണ്ട് ചെയ്യാം. കാരണം ഈ 0ൽ എൻഡ് ചെയ്യുന്നതിന്റെ ഒക്കെ LCM എപ്പോഴും 0ലായിരിക്കും. അപ്പൊ ഇവിടെ 36 അല്ലേ, അതിനെ 0ലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ എന്തായാലും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. യെസ്, അപ്പോൾ ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 180 വരും. 180, ആ 180 തന്നെയല്ലേ 60ക്കും വരിക. അതെ, 180 തന്നെ വരും. 3യും വരും, ഇവിടെ 5ഉം വരും. അപ്പൊ A+B 5 ആണെന്ന് കിട്ടി. A+B ഈക്വൽ ടു 5. ഇവിടെ സിക്ക് എത്ര കിട്ടിയിട്ടുണ്ട്, 3 കിട്ടിയിട്ടുണ്ട്. A ഈക്വൽ ടു B+3 എന്ന് കിട്ടി. A+B 5 ആണ്, A ഈക്വൽ ടു B+3 ആണ്. ഓക്കെ, അപ്പോൾ അത് ലോജിക്കലി അല്ലെങ്കിൽ നിങ്ങൾ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്താലും മതി. എന്ത് കിട്ടും, B 1 ആണെന്ന് കിട്ടും, A എന്താന്ന് കിട്ടും, 4 ആണെന്ന് കിട്ടും, C എന്താന്ന് കിട്ടും, 3 ആണെന്ന് കിട്ടും. ഇക്വേഷൻ സോൾവ് ചെയ്താലും കുഴപ്പമില്ല. എനിക്കത് ലോജിക്കലി പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്, A and C വർക്ക് ടുഗദർ ഫോർ 10 days. A എന്ന് പറഞ്ഞാൽ 4, B എന്ന് പറഞ്ഞാൽ 3, 4 3 7 എഫിഷ്യൻസി 10 ദിവസം വർക്ക് ചെയ്തു. അപ്പോൾ 70 വർക്ക്. ബാക്കി എത്ര വർക്ക് ഉണ്ട്, 180 ടോട്ടൽ വർക്ക്, ബാക്കി 110 വർക്ക് ഉണ്ടാവും. ഓക്കെ, 110 വർക്ക് B അലോണാണ് ചെയ്യുന്നത്. B അലോൺ വിൽ കംപ്ലീറ്റ് ദ റിമൈനിങ് വർക്ക്. ബിന്റെ എഫിഷ്യൻസി എത്ര പറഞ്ഞ് 1, 110/1 എന്ന് പറഞ്ഞാൽ
110 തന്നെ ആൻസർ വരും. ഓക്കെ, അത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് എ മാൻ ട്രാവൽസ് എ സർട്ടൈൻ ഡിസ്റ്റൻസ് അറ്റ് 12 km/h ആൻഡ് റിട്ടേൺസ് അറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഓക്കെ, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്. ടോട്ടൽ ടൈം ടേക്കൺ ബൈ ഹിം ഫോർ ദ എൻറ്റയർ ജേർണി ഈസ് 1/3 hours. അപ്പോൾ ടോട്ടൽ ടൈം തന്നിട്ടുണ്ട്, ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഇവിടെ അങ്ങോട്ട് പോയി തിരിച്ചു വരികയാണ്, അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരികയാണ്. ഇവിടെ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം, ഒന്ന് റേഷ്യോ മെത്തേഡ് അല്ലെങ്കിൽ ഇക്വേഷൻ. അപ്പോൾ റേഷ്യോ മെത്തേഡ് ഞാൻ ആദ്യം ഒന്ന് പറയാം. 12:9 അല്ലെങ്കിൽ അത് ചെറുതായി കഴിഞ്ഞാൽ 4:3 ആണ് നമ്മളെ സ്പീഡ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ടൈം റേഷ്യോ എന്തായിരിക്കും? 3:4 ആയിരിക്കും. ഓക്കെ, ആ 3:4 ആണ്. 3ഉം 4ഉം കൂട്ടിയ 7 അല്ലേ? ആ 7 യൂണിറ്റ്സ് ആണ് 2/1/3 എന്ന് പറയുന്നത്. ഇപ്പൊ 2/1/3 നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റി എഴുതണം. മിക്സഡ് ഫ്രാക്ഷൻ മാറ്റി എഴുതണം. 2 × 3 6, 7/3. 7/3 ആണ് 7. അപ്പൊ ഈ റേഷ്യോ എന്താ? 3/3ഉം 4/3ഉം. അത് കൂട്ടുമ്പോഴല്ലേ നിങ്ങൾക്ക് 7/3 കിട്ടുക. അപ്പൊ ആദ്യത്തെ ടൈം എത്രയാ? 3/3 അല്ലെങ്കിൽ 1 hour. എടാ 12 km/h 1 hour പോയി. അപ്പോൾ ഡിസ്റ്റൻസ് എത്രയാ? 12 × 1 12 എന്ന് കിട്ടും. ഇതൊരു മെത്തേഡാണ്, അതിൽ നിങ്ങൾക്ക് 12 എന്ന് കിട്ടി. ഇനി അതല്ലാണ്ട് ഇക്വേഷൻ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? ഇക്വേഷൻ എങ്ങനെ ചെയ്യാൻ പറ്റും? ഡിസ്റ്റൻസ് ഈക്വൽ ടു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമായിരിക്കും, S1 × S2 ഡിവൈഡഡ് ബൈ, ഇവിടെ ടോട്ടൽ ടൈം വന്നുകൊണ്ട് S1 + S2 ഇൻറ്റു ടോട്ടൽ ടൈം T ഈക്വൽ ടു S1 എത്രയാ? സ്പീഡ് 1 എത്രയാ? 12 × 9 ഡിവൈഡ് ബൈ 12 + 9. 12 + 9 എന്ന് പറഞ്ഞാൽ 21 ഇൻറ്റു T എന്ന് പറഞ്ഞാൽ 7/3. അതിൽ 7ഉം 21ഉം പോയാൽ 3, 9ഉം 3ഉം 3ഉം പോകും. ആൻസർ അവസാനം 12 എന്ന് ബാക്കി ഉണ്ടാവും. 12 നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ, ഏത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ രണ്ടും പറഞ്ഞെന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാം. അടുത്തത് ഓക്കെ, 3, 4 കഴിഞ്ഞു. 5ാമത്തെ ക്വസ്റ്റ്യൻ. യെസ്, number is increased by 30%, decreased by 25, further increased by 25. Okay, what is the net increase or decrease? Okay, simple ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സക്സസീവ് മെത്തേഡിൽ ചെയ്യാൻ പറ്റും. അതായത് ഇൻക്രീസ്ഡ് ബൈ 30% എന്ന് പറഞ്ഞാൽ 10 13 ആയി എന്നാണ്. ഇൻറ്റു ഡിക്രീസ്ഡ് ബൈ 25% എന്ന് പറഞ്ഞാൽ 4 3 ആയി എന്നാണ്. ഇനി ഇൻക്രീസ്ഡ് ബൈ 25% എന്ന് പറഞ്ഞാൽ 4 എത്രയായി എന്നാ? 5 ആയി എന്നാണ്. ഓക്കെ, ഇതാണ് ടോട്ടലി സംഭവിച്ചിട്ടുള്ളത്. ഇത് എത്രയാണെന്ന് നോക്കിയാൽ മതി. അതിനെന്ത് ചെയ്യണം? 5ഉം ഈ 10ഉം പോവും. ഇവിടെ ഒരു 2 വരും. ഇനി വേറെ കട്ട് ചെയ്യാനുണ്ടോ? ഇല്ല. ഈക്വൽ ടു 39/2 × 4 8 × 4 32. ഓക്കെ, പണ്ട് 32 ഉണ്ടായിരുന്നു, ഇപ്പോൾ 39. അതായത് 7/32 ആണ് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, 7/32 ചെയ്യുമ്പോൾ എത്ര കിട്ടും ഏതാണ്ട് നോക്കിയാൽ മതി. നിങ്ങൾ 70/32 ചെയ്താൽ 2 32 എന്ന് പറഞ്ഞാൽ 64 ആണ്. 6 റിമൈൻഡർ ഉണ്ടാവും. 60ൽ ഒരു 32 ഉണ്ട്, ബാക്കി 28 ഉണ്ടാവും. ഓക്കെ, 28/32 വീണ്ടും വരും. 28/32. 250 എത്ര 32 ഉണ്ട്? 250 8ന്റെ അടുത്ത് 32 ഉണ്ടാവും അല്ലേ? 8ന്റെ മുകളിലുണ്ടാവും. അപ്പോൾ 21.8-നെക്കാട്ടും വലുതായിരിക്കും. നമുക്കത് 22% എന്ന് പറയാം. കൂടുകയാണല്ലോ ചെയ്തത്, ഇൻക്രീസ് ആണല്ലോ. പണ്ട് 32, ഇപ്പോൾ 39. അപ്പോൾ ഇൻക്രീസ് ആണ്, ഡിക്രീസ് അല്ല. ഡിക്രീസ് അല്ല. 21.5-നെക്കാട്ടും മുകളിലുമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് 22% ഇൻക്രീസ് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ട്രിഗ്നോമെട്രി ആണ്. ഓക്കെ, സൈൻ വാല്യൂവും കോസ് വാല്യൂവും ഈക്വൽ ആവും. എപ്പോഴാണ് സൈനിന്റെയും കോസിന്റെയും വാല്യൂസ് ഈക്വൽ ആവുന്നത്? അവര് കോംപ്ലിമെന്ററി ആംഗിൾ ആവുമ്പോഴാണ്. അല്ലെങ്കിൽ ആ ആംഗിൾസ് കൂട്ടുമ്പോൾ എത്ര കിട്ടണം? കോംപ്ലിമെന്ററി. അല്ലെങ്കിൽ ആംഗിൾസ് കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 90 കിട്ടണം. ഓക്കെ, ഇവിടെ സൈൻ ഓഫ് എ തീറ്റ ഈക്വൽ ടു കോസ് ഓഫ് എ. ഇപ്പൊ സൈൻ ഓഫ് എ ഈക്വൽ ടു കോസ് ഓഫ് ബി ആണെങ്കിൽ a + b ഈക്വൽ ടു 90 ആയിരിക്കും. അപ്പൊ അവിടെ അതുപോലെ തന്നെ 5x - 25 പ്ലസ് 5y + 25 ഈക്വൽ ടു 90. കണ്ടുപിടിക്കേണ്ട എന്താ? x + y. ഓ, ഡയറക്റ്റ് കിട്ടും. 5x-ഉം 5y-യും 5 × x + y -25 + 25 0 ഈക്വൽ ടു 90. x + y ഈക്വൽ ടു 5ഉം 90യും കട്ടായി കഴിഞ്ഞാൽ 18. അപ്പോൾ 18 ഡിഗ്രി ആയിരിക്കും ആൻസർ. അത് പെട്ടെന്ന് കിട്ടുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ജോമെട്രി ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിഗർ വരയ്ക്കണം നോക്കാം. In a circle with the center of diameter AB and chord CD intersect each other at E. ഓക്കെ, ഒരു സർക്കിൾ വിത്ത് സെന്റർ O. ഓക്കെ, സെന്റർ O. സോറി ഒരു മിനിറ്റ്. യെസ്, സർക്കിൾ വിത്ത് സെന്റർ അറ്റ് O. ഓക്കെ, O സെന്റർ ഉണ്ട്. പിന്നെന്താ സംഭവിക്കുന്നത്? ഡയമീറ്റർ AB ഉണ്ട്. ഒരു ഡയമീറ്റർ AB ഉണ്ട്. പിന്നെ ഒരു കോഡ് CD ഉണ്ട്. ഓക്കെ, ഡയമീറ്റർ AB, കോഡ് CD. പിന്നെയോ
ഇന്റർസെക്ട് ഈച്ച് അതർ. എ സി ആൻഡ് എ ഡി ആർ ജോയിൻഡ്. എ സിയും എ ഡിയും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എ സിയും എ ഡിയും ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളിത് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര ടൈം എടുക്കില്ല, ഞാൻ സിസ്റ്റത്തിൽ വരയ്ക്കുന്നതുകൊണ്ടാണ് ഒരു ബുദ്ധിമുട്ട്. ഓക്കെ, ഈ ബി ഒ സി 48 ഡിഗ്രി. ഓക്കെ, ഇതാണ് ഒ. ശ്രദ്ധിക്കണേ, ഇതാണ് ഒ. ഇ എവിടെ പറയുന്നത് ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ആണ്. അപ്പോൾ ഈ പോയിന്റ് ആണ് ഇ കേട്ടോ. ഞാൻ ഈ പുറത്ത് എഴുതാണ്, ഈ പോയിന്റ് ആണ് ഇ. ഓക്കെ, ഇനി ഇഫ് ബി ഒ സി 48, ബി ഒ സി ഈ ആംഗിൾ ബി ഒ സി 48. ഓക്കെ, ആൻഡ് എ ഒ ഡി 100. എ ഒ ഡി ഈ ആംഗിൾ 100. അങ്ങനെയാണെങ്കിൽ മെഷർ ഓഫ് സി ഇ ബി ആണ് ചോദിച്ചത്. സി ഇ ബി ഈ ആംഗിളിന്റെ മെഷറാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ആംഗിൾ ആണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. ഇത് 100 ആണ് തന്നിട്ടുണ്ട് അല്ലേ. നിങ്ങൾ നോക്കിയേ, ഇത് സെന്ററിലേക്കുള്ള ആംഗിൾ അല്ലേ. അപ്പോൾ ഇത് സെന്ററിലേക്കുള്ള ആംഗിൾ ആണെങ്കിൽ അത് 100 ആണെങ്കിൽ ഈ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള ഈ ആംഗിൾ എത്രയായിരിക്കും? ഇതിന്റെ പകുതി ആയിരിക്കില്ലേ? 100ന്റെ പകുതി ആകുമ്പോൾ ഇത് എത്ര വരും? 50 വരും. ഓക്കെ, ഈ ആംഗിൾ 50 ഡിഗ്രി വന്നു. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഈ ആംഗിൾ 50 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി യെസ്, ഇത് 48 ആണ്. അങ്ങനെയാണെങ്കിൽ എവിടെ മിസ്സായത്? ഓക്കെ, ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ഇത് 48 ആണ്. അപ്പോൾ ഇത് ടോട്ടൽ 180 ഉണ്ടാവണം. 48 കുറച്ച് കഴിഞ്ഞാൽ ഇത് 132 ഉണ്ടാവും അല്ലെ. 48 132 ആണ് ആ ഒരു ആംഗിൾ. ഞാൻ ആംഗിൾ ഒന്ന് മാറ്റി വരിക. ഇങ്ങനെ വരുന്നതിൽ ഇത് 48 ആണെങ്കിൽ ഇത് ടോട്ടൽ 180 ഉണ്ടാവണം. അപ്പോൾ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? 132 ആയിരിക്കും. ഓക്കെ, 132 കിട്ടി. ഇനി ഇത് റേഡിയസ്, ഇതും റേഡിയസ് അല്ലേ. അപ്പോൾ ഇതൊരു ഐസോസെലസ് ട്രയാംഗിൾ അല്ലേ. ഐസോസെലസ് ട്രയാംഗിൾ ആവുന്ന സമയത്ത് ഈ ആംഗിൾ സെയിം ആയിരിക്കണം. ഈ 132 കഴിഞ്ഞാൽ ബാക്കി 42 ഉണ്ട്. അത് ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 24 ആയിരിക്കും, ഇത് 24 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 24 കിട്ടി. ഇനി ഈ ആംഗിൾ 24 ആണ്. ഓക്കെ, ഓക്കെ, ഈ ടോട്ടൽ ആംഗിൾ എത്രയാ? 50 എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അതിൽ ഈ ചെറിയ ആംഗിൾ 24 ആണെങ്കിൽ ബാക്കിയുള്ള ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? 26 ആയിരിക്കും. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ആംഗിൾ ആണ്. ഈ ട്രയാംഗിൾ, ഞാൻ ആ ട്രയാംഗിൾ ഒന്ന് മാറ്റി വരയ്ക്കാം, ഒന്ന് ശ്രദ്ധിച്ചോണം. ഇതെനിക്ക് 48 കിട്ടി, ഇതെനിക്ക് 24 കിട്ടി. ഞാൻ കണ്ടുപിടിക്കേണ്ടത് ഈ എക്സ്ട്രാ 24 ആണോ 26 ആണോ കിട്ടിയത്? ഓക്കെ, 26 കിട്ടി. ഇനി എനിക്ക് ഈ പുറത്തുള്ള ആംഗിൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് എക്സ്റ്റേണൽ ആംഗിൾ അല്ലേ. ഒരു ട്രയാംഗിളിന്റെ എക്സ്റ്റേണൽ ആംഗിളിന്റെ വാല്യൂ എത്രയായിരിക്കും? ഇന്റേണൽ ആയിട്ടുള്ള ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ 48ഉം 26ഉം. 40 20 60ഉം 8 6ഉം 14. ഓക്കെ, 74 ഡിഗ്രി എന്ന് കിട്ടും. ഞാൻ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം എന്താ സംഭവിച്ചതെന്നുള്ളത്. വെയിറ്റ്, അതായത് ഓക്കെ, ഇവിടെ ഒന്നാമത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 100 എന്ന് പറയുന്നത് സെന്ററിലേക്കുള്ള, സർക്കിളിന്റെ സെന്ററിലേക്കുള്ള ഒരു ആംഗിൾ ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിലേക്ക് അവിടേക്കുള്ള ആംഗിൾ 50 ആയിരിക്കും, അതിന്റെ പകുതി ആയിരിക്കും. ഇനി ആ 50ൽ തന്നെ ഒരു പാർട്ട് 24 ആണെന്നുള്ളത് എനിക്ക് ഐസോസെലസ് ട്രയാംഗിൾ വെച്ച് കിട്ടി. അപ്പോൾ മറ്റേ കഷ്ണം എത്രയായിരിക്കും? 26 ആയിരിക്കും. അതാണ് ഈ ട്രയാംഗിളിന്റെ അകത്തുള്ളത്. അപ്പോൾ നമ്മളെ മെയിൻ ട്രയാംഗിൾ വരച്ചു കഴിഞ്ഞാൽ ഇത് 48 ആണ്, ഈ അകത്ത് നമുക്ക് എത്ര കിട്ടി? 26 കിട്ടി. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ടുപിടിച്ചിട്ട് 180 മൈനസ് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അങ്ങനെ ചെയ്യണമെന്നില്ല. ഈ 48ഉം 26ഉം കൂട്ടി കഴിഞ്ഞാൽ 74. അത് എക്സ്റ്റേണൽ ആംഗിൾ ആയിട്ട് കിട്ടും. ഡയറക്റ്റ് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വരച്ച് തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അൾജിബ്ര ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. x + 1/x 10 ആണ്. x⁴ + 1/x⁴ 2 തവണ സ്ക്വയർ എടുക്കണം. x + 1/x 10 ആണ്. x² + 1/x² എത്രയായിരിക്കും? k² - 2 98. ഓക്കെ, ഇനി അടുത്തത് അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. അതിന്റെ സ്ക്വയർ, അതായത് x⁴ + 1/x⁴. അപ്പോൾ 98² - 2 ആണ്. k² - 2 എടുക്കുന്ന പോലെ 98² - 2. 8² 64 ആണ് അല്ലേ. 64 2 കുറച്ച് കഴിഞ്ഞാൽ 2ൽ എൻഡ് ചെയ്യുന്ന നമ്പർ ആയിരിക്കണം. എത്ര എണ്ണം 2ൽ എൻഡ് ചെയ്യുന്നുണ്ട് നോക്കുക. ഓക്കെ, ഇവിടെ ലെക്കാണ് കേട്ടോ. ഇത് അവിടെ ഒരെണ്ണം മാത്രമേ 2ൽ എൻഡ് ചെയ്യുന്നുള്ളൂ. അത് നിങ്ങൾ ആൻസർ ആയിരിക്കും. ഇനി അങ്ങനെ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? 98ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. 98ന്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കുക? 8ന്റെ സ്ക്വയർ 16 അല്ല, 8ന്റെ സ്ക്വയർ 64 4 ശിഷ്ടം 6. പിന്നെ 2 2 × 8 × 9 8 9 72 × 2 144 6ഉം 150 15 റിമൈൻഡർ. 9ന്റെ സ്ക്വയർ 81ഉം 15ഉം 96 96.04 കിട്ടണം. അതിനകത്ത് 2 കുറച്ച് കഴിഞ്ഞാൽ 96.02 ആൻസർ വരും. ഓക്കെ, 96.02 ആണ് ആൻസർ വരുന്നത്. റെഡി.
അടുത്ത ക്വസ്റ്റ്യനും ജോമെട്രിയാണ്. 12 sticks each of length 1 unit are used to form an equilateral triangle. Okay, ready. The area of the triangle. Area of triangle എത്രയാ? √3a²/4 ആണ്. ഇവിടെ a² എന്ന് പറഞ്ഞ സൈഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. 12 sticks ആ ഉപയോഗിച്ചത്. അപ്പോൾ 12 sticks ഉണ്ടെങ്കിൽ ഈക്വൽ ആയിരിക്കില്ലേ? എല്ലാ സൈഡിലും ഈക്വൽ അല്ലേ? അപ്പോൾ ഒരു സൈഡിൽ എത്ര സ്റ്റിക്ക് ഉണ്ടാവണം? 4 സ്റ്റിക്ക് ഉണ്ടാവണം. ഇവിടെ 4 സ്റ്റിക്ക് ഉണ്ടാവണം. ഇവിടെ 4 സ്റ്റിക്ക് ഉണ്ടാവണം. അപ്പൊ 4 യൂണിറ്റ് ആണ് ഒരു സൈഡിന്റെ ഏരിയ എന്ന് പറയുന്നത്, അല്ല ഒരു സൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. √3 × 4²/4 എന്ന് കിട്ടും. ഒരു 4ഉം 4ഉം പോവും. 4√3 നിങ്ങളെ ആൻസർ വരും. യെസ്. അടുത്തത്. Okay, a retailer opens her outlet on 7 days of the week. Okay, 7 ദിവസവും കട തുറക്കും. It is observed that her average sales of Saturday and Sunday is combined 30. Saturday Sunday കൂടെ combined ആയിട്ടുള്ള ആവറേജ് 30 ആണ്. Rs 200 for the remaining 5 days combined. Okay, ആവറേജിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. 5 ദിവസത്തേക്ക് 200 ആണ്, ബാക്കിയുള്ള 2 ദിവസം 300 ആണ്. ഇനി for a month starting Saturday start ചെയ്യുന്ന ഒരു മന്തിൽ it was found that the total sales were 7,000. which among the following months it could be? Okay, okay, മാസത്തിന്റെ ഓരോ മാസങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പം ഈ മാസത്തിന്റെ ഒക്കെ എന്തിൽ വ്യത്യാസമുണ്ട്? നമ്പർ ഓഫ് ഡേയ്സിൽ വ്യത്യാസമുണ്ട്. മാർച്ച് 31 ഉണ്ട്, ഏപ്രിൽ 30 ഉള്ളൂ, ജനുവരി 31 ഉണ്ട്, ഫെബ്രുവരി 28 ഉള്ളൂ. ഓക്കെ, അപ്പോൾ സാറ്റർഡേയിൽ തുടങ്ങുന്ന ഒരു വീക്കാണെങ്കിൽ ഇവിടെ എത്ര ദിവസം ഉണ്ടാവും? ആദ്യത്തെ ദിവസം സാറ്റർഡേ, അടുത്ത ദിവസം സൺഡേ, ഇങ്ങനെ വന്നിട്ട് അവസാനം എവിടെ അവസാനിക്കും? 7 ദിവസം, അതായത് 4 വീക്ക് കറക്റ്റ് അവസാനിക്കും. അപ്പൊ 4 സാറ്റർഡേയും 4 സൺഡേയും അതിനകത്ത് ഉണ്ടാവും, ബാക്കി 4 വീക്സും ഉണ്ടാവും. 4 വീക്സ് കറക്റ്റ് ഉണ്ടാവും. ഇവിടെ 4 വീക്സ് കഴിഞ്ഞ സാറ്റർഡേയിലും സൺഡേയിലും സ്റ്റാർട്ട് ചെയ്ത് 4 വീക്ക് കഴിഞ്ഞാൽ വീണ്ടും എന്തുണ്ടാവും? 3 ദിവസം കൂടെ ഉണ്ടാവും. വീണ്ടും 3 ദിവസം കൂടെ ഉണ്ടാവും. ഇവിടെ ആണെങ്കിൽ വീണ്ടും 2 ദിവസം കൂടെ ഉണ്ടാവും. ഇവിടെ ആണെങ്കിൽ വീണ്ടും എത്ര ദിവസം ഉണ്ടാവും? 3 ദിവസം കൂടെ ഉണ്ടാവും. ഇങ്ങനെയാണ് കേസ് വരുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് ഈ മന്ത് എന്നാണ് ചോദിച്ചിട്ടുണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, സാറ്റർഡേ സൺഡേയിലും കൂടെ 300 ആണ് ആവറേജ്. അപ്പൊ സാറ്റർഡേ പ്ലസ് സൺഡേ 600 അല്ലേ കിട്ടുക? 300 ആവറേജ് ആണെങ്കിൽ 2 ദിവസം കൂടെ 600 കിട്ടണം. ഓക്കെ, ഇനി 5 ദിവസത്തേക്ക് എത്രയുള്ളത്? 5 ദിവസത്തെ ആവറേജ് 200. അപ്പൊ 5 ദിവസത്തേക്കും കൂടെ എത്ര കിട്ടണം? 5 ദിവസത്തേക്കും കൂടെ 5 × 200 1000 കിട്ടണം. അപ്പൊ ഒരു ആഴ്ചയിൽ 1000ഉം 600ഉം 1600 ആണ് ഇവർക്ക് കിട്ടേണ്ടത്. 1600 ആണ് ഇവർക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. 1600 ഒരു ആഴ്ചയിലേക്ക്. അങ്ങനെ ഫെബ്രുവരി ആണെന്ന് വിചാരിക്കുക. ഫെബ്രുവരി ആണെങ്കിൽ 4 ആഴ്ച ഉണ്ടാവും. 1600 × 4, 1600 × 4 എന്ന് പറഞ്ഞാൽ എത്ര വരും? 16, 4, 4000, 6, 4, 24, 6400 എന്ന് വരണം. ഓക്കെ, 6400 ആണ് വരേണ്ടത്. പക്ഷെ 6400 അല്ല, 7000 ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഫെബ്രുവരി എന്ന് പറയുന്ന മാസമല്ല, അതൊന്ന് മനസ്സിലായി. ഇനി ഫെബ്രുവരി അല്ല മാർച്ച് എന്ന് വിചാരിച്ചോ. സാറ്റർഡേയിൽ സ്റ്റാർട്ട് ചെയ്തു. ഈ ഫെബ്രുവരി പോലെ തന്നെ 28 ദിവസമായി. 28 ദിവസം കഴിഞ്ഞ് 29ാമത്തെ ദിവസം ആരാ? അതൊരു സാറ്റർഡേ ആയിരിക്കും. അടുത്ത ദിവസം സൺഡേ ആയിരിക്കും. അപ്പോൾ ആ 2 ദിവസം കൂടെ കഴിയുമ്പോൾ 600 കൂടെ കൂടി 6400, 600, 7000 എന്ന് വരും. ഓക്കെ, ആ 7000 അല്ലേ ഇവിടെ ഉള്ളത്. ഇനി അഥവാ 7000 അല്ല, ചിലപ്പോൾ 7200 എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഒരു ദിവസം കൂടെ എക്സ്ട്രാ പോയിട്ടുണ്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ 31 ദിവസമുള്ള ഏതെങ്കിലും ഒരു മാസമായിരിക്കും. ഇവിടെ 31 ദിവസമുള്ള മാസം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട. ഇവിടെ 6400 പ്ലസ് 600 വരുന്ന മാസം, അതായത് ഏപ്രിൽ മാസമായിരിക്കും ആൻസർ. 30 ദിവസം എന്നുള്ളതേ ഉള്ളൂ. കുറച്ചും കൂടെ റീസണിംഗ് ഒക്കെ അറിഞ്ഞിരിക്കണം. എത്ര ദിവസങ്ങളൊക്കെ ഉണ്ട് ഒരു മാസത്തിൽ നിന്നൊക്കെ. അല്ല, ഓക്കെ, അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോണം. അടുത്തത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. സിമ്പിൾ ആണോ കോമ്പൗണ്ട് ആണോ? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. A sum of 8400 amounts to 11,000 at 8.75 PA simple interest in a certain time. സമയം തന്നിട്ടില്ല. What is the simple interest on the sum of 96,000 at the 96,000 അല്ല 9,600 at the same rate for same time? ഓക്കെ, അപ്പൊ റേറ്റും ടൈമും മാറുന്നില്ല. അങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ഇവിടുത്തെ ഇൻട്രസ്റ്റ് എത്രയാണ് നോക്കുക. അതേപോലെ തന്നെ ആയിരിക്കും ഇവിടുത്തെ ഇൻട്രസ്റ്റ് ടു പ്രിൻസിപ്പൽ റേഷ്യോ ഇവിടെ നിന്ന് സെയിം ആയിരിക്കും. അപ്പൊ ഇൻട്രസ്റ്റും പ്രിൻസിപ്പളും തമ്മിലുള്ള ആ ഒരു ഫ്രാക്ഷൻ എടുത്താൽ മതി. ഇവിടെ ഇൻട്രസ്റ്റ് എത്രയാ? 2646 ഉണ്ടാവും. ഓക്കെ, 2646/8400. ഇതാണ് ഇവിടത്തെ ഫസ്റ്റ് കേസിലെ ഇൻട്രസ്റ്റ് ബൈ പ്രിൻസിപ്പൽ റേഷ്യോ. ഇതേ റേഷ്യോ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് അവിടുത്തെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഇൻറ്റു 9600 ചെയ്താൽ മതി. ഓക്കെ, 9600 ചെയ്താൽ മതി. ഇപ്പൊ ഇത് കട്ടാവും. കട്ടായി കഴിഞ്ഞാൽ 84, ഓക്കെ,
എടുത്തു നിൽക്കുന്ന ഒരാളത്. ഓക്കെ, 96 നോക്കിയേ. 96 നിങ്ങൾക്ക് 8 കാണാൻ പറ്റും അല്ലെ. 96 പറഞ്ഞാൽ 8 into 12 അല്ലേ. ഈ 12ഉം 84ഉം കട്ടായി പോകും. പിന്നെ ആരാ ബാക്കി ഉണ്ടാവുക? ഇവിടെ 7 മാത്രമേ ഉള്ളൂ. അപ്പൊ 8 എന്തായാലും കട്ടായി പോകുന്നില്ല എന്നർത്ഥം. അപ്പോൾ നിങ്ങൾ 8ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ആൻസേഴ്സിൽ ഉണ്ടാവേണ്ടത്. 990 ലാസ്റ്റ് 3 ഡിജിറ്റ്സ് അല്ലേ 8 നോക്കേണ്ടത്. അത് വരുമോ? ഇല്ല. 012 12 വരുമോ? 8ന്റെ മൾട്ടിപ്പിൾ ആയിട്ട്? ഇല്ല. 686 വരുമോ? 686 വരും. 600 വരും. 664 വരും. 676 വരിക. 686 വരില്ല. 024 വരുമോ? യെസ്, 24 വരും. 24 8ന്റെ മൾട്ടിപ്പിൾ. ഇങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് സോൾവ് ചെയ്യാം. 2646/7 ചെയ്യണം. ഇതിൽ എത്ര 7 ഉണ്ട്? 3 7 ഉണ്ട്. 3 7 21 ബാക്കി 5. 54 എത്ര 7 ഉണ്ട്? 7 7 ഉണ്ട്. 7 49 ബാക്കി 5. 56 എത്ര 7 ഉണ്ട്? 8 7 ഉണ്ട്. 378 into 8 എന്ന് വരും. 8 8 64. 4 എൻഡ് ചെയ്യുന്ന ആൻസർ. 4 എൻഡ് ചെയ്യുന്ന ആൻസർ ഇത് മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലും സംശയമാണെങ്കിൽ ഫൈനൽ ആൻസർ കണ്ടുപിടിക്കുക. അത്രയും സമയം കളാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ഡീലർ മാർക്സ് ഹിസ് ഗുഡ്സ് 40% above കോസ്റ്റ് പ്രൈസ്, 60% ഗുഡ്സ് അറ്റ് മാർക്ക്ഡ് പ്രൈസ്, giving 10% discount. Okay, and rest giving 50% discount on marked price. Okay, what is the overall profit percentage? ഇത്രേ ഉള്ളൂ. 60% ഗുഡ്സ്, അതായത് 3:2 റേഷ്യോയിലാണ് ഗുഡ്സ് വിൽക്കുന്നത്. അതിൽ 60% അല്ലെങ്കിൽ 3 റേഷ്യോയിലുള്ള ഗുഡ്സ് വിൽക്കുന്നത് 100 അല്ല 140% ആക്കിയിട്ടുണ്ട്. മാർക്കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 140% വിൽക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ 10% ഡിസ്കൗണ്ട് കൊടുത്തിട്ടാണ് 3 വിൽക്കുന്നത്, അല്ലെങ്കിൽ 60% വിൽക്കുന്നത്. 10% എന്ന് പറഞ്ഞാൽ 126% ഫസ്റ്റത്തെ വിൽക്കുന്നത്. രണ്ടാമത്തെ വിൽക്കുന്നത് 50% ഡിസ്കൗണ്ടാണ്. 140ന്റെ 50% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 70%ലാണ് വിൽക്കുന്നത്. ഓക്കെ, ഇവിടെ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ വെയിറ്റഡ് ആവറേജ് എടുത്താൽ മതി. 70 ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. ഇവിടെ എത്ര കൂടുതലുണ്ട്? 56. 70നെക്കാട്ടും 56 കൂടുതലുണ്ട്. ഒരാൾക്കല്ല, 3 ആൾക്ക് കൂടുതലുണ്ട്. അപ്പൊ 56 into 3 ഡിവൈഡഡ് ബൈ എത്ര ആളുണ്ട്? ടോട്ടൽ 5 ഉണ്ട്. ഇതായിരിക്കും നിങ്ങളെ ആവറേജ് എന്നുള്ളൊരു വാല്യൂ വരിക. ഇത് ചെയ്ത് എത്ര കിട്ടും? 56 into 3. 56 into 3 എത്രയാ? 168/5. 168/5 എങ്ങനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 168ന്റെ ഇരട്ടിയാണ്. 168ന്റെ ഇരട്ടി 33.6 ആണ്. അല്ല, 336 ആണ്. അപ്പൊ അതിനൊരു പോയിന്റ് ഇട്ടാൽ നിങ്ങൾക്ക് ഇവിടുത്തെ ആൻസർ കിട്ടി. 70 33.6 103.6 എന്ന് കിട്ടും. ഓക്കെ, 103.6 ആണ് ഫൈനലി നിങ്ങൾക്ക് കിട്ടുന്ന പ്രൈസ്, നെറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1 കിലോയ്ക്ക്. അപ്പൊ അവിടെ 3.6 ലാഭമുണ്ട് ഓപ്ഷനിൽ. ഓക്കെ, 3.6 ലോസ് അല്ല, 3.6 ലാഭം. പ്രോഫിറ്റ് 3.6% എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വെൻ 200 is divided by a positive integer, the remainder is 8. How many values of x are there എന്നാണ് ചോദിക്കുന്നത്. 200നെ x കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 8 ആണെന്ന് പറയുന്നത്. അതായത് ആ റിമൈൻഡർ ഒന്ന് കുറച്ച് നോക്കിയേ. 192 അല്ലേ. 200ന് 8 പോയി. അപ്പൊ ഇനി 192നെ x കൊണ്ട് ഡിവിസിബിൾ ആണെന്നാണ് പറയുന്നത്. ബാക്കിയുള്ള 8നെ ഡിവൈഡ് ചെയ്യാൻ പറ്റാണ്ട് പോയത്. അപ്പോൾ അത് അങ്ങനത്തെ എത്ര പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ഉണ്ട്? എക്സിന് എത്ര വാല്യൂസ് പോസിബിൾ ആണെന്നാണ് ചോദിക്കുന്നത്. ഒരു പ്രത്യേകത, റിമൈൻഡർ 8 എന്ന് പറഞ്ഞാൽ 8നെക്കാട്ടും വലുതായിരിക്കണം നമ്മൾ എക്സ് അല്ലെ. 8നെക്കാട്ടും ചെറുത് എക്സ് എന്നുണ്ടെങ്കിൽ റിമൈൻഡർ എക്സ് 8 വരില്ലല്ലോ. അപ്പൊ എക്സ് 8നെക്കാട്ടും വലുതായിരിക്കണം എന്നേ ഉള്ളൂ. 192ന്റെ എല്ലാ ഘടകങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുത്തെ ഓപ്ഷൻസ് ആയിട്ട് വരാൻ പറ്റും. അപ്പൊ 192നെ ഒന്ന് ഫാക്ടറൈസ് നോക്കിയാൽ മതി. 192 3 എത്ര വരും? 64. ഓക്കെ, 64 എന്ന് പറഞ്ഞാൽ ആരാ? 64 എഴുതണോ? വേണ്ട. 64 എന്ന് പറഞ്ഞാൽ 2/6 ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കിട്ടി 2/6ഉം 3ഉം ആണ് ഇവിടുത്തെ ഫാക്ടേഴ്സ്, ഈ 192ന്റെ ഫാക്ടേഴ്സ്. ഇനിയിപ്പോൾ എളുപ്പമാണ്, നിങ്ങൾക്ക് അറിയാം 2/6 into 3 എന്ന് പറയുന്ന ആളെ കൊണ്ട് നിങ്ങൾക്ക് 200നെ ഡിവൈഡ് ചെയ്താൽ 8 റിമൈൻഡർ വരും. ഇനി 2/5 into 3 ചെയ്താലും കിട്ടും, 2/4 into 3 ചെയ്താലും കിട്ടും, 2/3 into 3 ചെയ്താലും കിട്ടും, 2/2 into 3 ചെയ്താലും കിട്ടും. കാരണം 2/2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 into 3 എത്രയാ? 12 ആണ്. അപ്പൊ 12 8നെക്കാട്ടും വലുതാണ്. ആ ഫാക്ടറും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി 2/1 into 2 പറ്റുമോ? ഇല്ല. 2/1 into 2 എന്ന് പറഞ്ഞാൽ 6 ആ. അല്ല, 3 എന്ന് പറഞ്ഞാൽ 6 ആ. 6 8നെക്കാട്ടും താഴെയാണ്. അത് പറ്റൂല. അപ്പൊ ഇത്രയും ഓപ്ഷൻസ് പോസിബിൾ ആണ്. ഇത് മാത്രമല്ല 2/6 വെറുതെ ഡിവൈഡ് ചെയ്താലും പറ്റും. 2/5, 2/4, 2/3 പറ്റുമോ? ഇല്ല. 2/3 എന്ന് പറഞ്ഞാൽ 8 ആ. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 8 വരില്ല. അപ്പൊ അതല്ലാത്ത ബാക്കി എല്ലാം പറ്റും. എത്രയുണ്ട്? 1 2 3 4 5 6 7
7 8. അപ്പോൾ 8 വാല്യൂസ് പോസിബിൾ ആയിട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഈ ഒരു ഐഡിയ ഒന്നും ബേസിക്കലായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മളെ ഈ ചാനലിൽ തന്നെ ഇതൊക്കെ സോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ചാപ്റ്ററൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും എടുത്ത് നോക്കുക. ഓക്കെ, അടുത്തത് 2 സക്സസീവ് ഇൻക്രിമെന്റ്സ് 30% ഈച്ച് ഈ സ്മാർട്ട് പെർസെൻറ്റേജ് മോർ ദാൻ 2 സക്സസീവ് ഡിക്രിമെന്റ് ഓഫ് 30%. അതായത് 30% വെച്ച് 2 തവണ കൂടി 30 + 30 + 30 × 30/100 ഇതല്ലേ x + y + x + y 100. ഇനി അടുത്ത ചെയ്യുമ്പോൾ 30 + 30 + 30 + 30 പ്ലസ് അല്ല മൈനസ് 30 × 30/100. ഇത് ഇൻക്രിമെന്റ് ആണ്, ഇത് ഡിക്രിമെന്റ് ആണ്. ഇങ്ങനല്ലേ നമ്മളെ ഇക്വേഷൻ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങൾ സക്സസീവ് എന്ന് പറയുന്ന മെത്തേഡിൽ പഠിച്ചതായിരിക്കും. രണ്ടാണെങ്കിലും ഇവിടെ എത്ര വരും? ഇവിടെ നിങ്ങൾക്ക് 30 30 60 900/100 എന്ന് പറഞ്ഞാൽ 69 വരും. ഇവിടെ എത്ര വരും? 30 30 60 60 പോയാൽ 60 9 പോയാൽ 51 വരും. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു 18 കൂടുതലുണ്ട് അല്ലെ. 69 എന്ന് പറഞ്ഞാൽ 51-നെക്കാട്ടും 18 കൂടുതലാണ്. ഇനി എന്താ ചോദിച്ചത്? 2 സക്സസീവ് ഈച്ച് വാട്ട് പെർസെൻറ്റേജ് മോർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ എത്ര ശതമാനം കൂടുതലാണ് 69? 18 കൂടുതലാണ് 69 ഔട്ട് ഓഫ് 51. ഓക്കെ, ഇതെന്തായാലും നിങ്ങൾ ഓപ്ഷനിലേക്ക് നോക്കാം. യെസ്, 32 പോയിന്റ് ഉണ്ട്. ഓക്കെ, ഈസി ആയിട്ട് കിട്ടും. അതായത് 17/51 എന്ന് പറഞ്ഞാൽ 1/3 ആണ്. 1/3 എന്ന് പറഞ്ഞാൽ 33.33 അല്ലേ. അപ്പോ ഈ 17 പകരമുള്ളത് 18. അപ്പൊ 33.33-നെക്കാട്ടും വലിയ വാല്യൂ ആയിരിക്കണം. ഓപ്ഷനിൽ 33.33-നെക്കാട്ടും വലുതായിട്ട് ഒറ്റ വാല്യൂ ഉള്ളൂ. അത് ഡയറക്റ്റ് എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയൊക്കെ കാൽക്കുലേഷൻസ് വരുന്ന സ്ഥലത്ത് ഇങ്ങനത്തെ ഓപ്ഷൻസ് തരിക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അത്. ഓക്കെ, ട്രിഗ്നോമെട്രി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 15ാമത്തെ ക്വസ്റ്റ്യൻ. കോസെ സൈനെ കോട്ടെ ആറും ജോമെട്രിക് പ്രോഗ്രഷൻ. ഓക്കെ, ജോമെട്രിക് പ്രോഗ്രഷൻ എന്താണെന്ന് അറിയാലോ. ABC ജോമെട്രിക് പ്രോഗ്രഷൻ ആണെങ്കിൽ AC വിൽ ബി ഈക്വൽ ടു √(b). ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെയാണ്. ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് tan raised to 6a minus tan square a. tan raised to 6a minus tan square a നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ പറയുന്നത് ജോമെട്രിക് പ്രോഗ്രഷൻ ആണെന്ന്. അപ്പൊ അത് വെച്ച് തന്നെ മുന്നോട്ട് പോയി നോക്കാം. സൈൻ എ ഈക്വൽ ടു √(cos a × cot a). ഓക്കെ, ഇത് ഓക്കെ എന്തായിരിക്കും ബെറ്റർ? ഓക്കെ, sin square a ഈക്വൽ ടു ഇത് എടുക്കണ്ട. sin square a ഈക്വൽ ടു cos a × cot a എന്ന് എടുക്കാം. യെസ്, ഇനി മൈ ഗോഡ് സ്റ്റക്കായല്ലോ. cos a × cot a. ഓക്കെ, കോട്ടെ ആരാ? കോസെ ഡിവൈഡഡ് ബൈ സൈനെ അല്ലേ. കോസെ ഡിവൈഡ് ബൈ സൈനെ ആണ് കോട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈനേനെ ഇങ്ങോട്ട് എടുക്കാം. അപ്പൊ sin ക്യൂബ് a ഈക്വൽ ടു കോസെ × കോസെ കോസ് സ്ക്വയർ a. ഈ ഒരു കണ്ടീഷനിൽ എത്താൻ പറ്റും. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. tan raised to 6a. ഓ യെസ്, ഓക്കെ പറ്റും. അപ്പൊ നമുക്ക് ഇവിടുന്ന് കിട്ടി എന്താ നോക്കണേ. sin ക്യൂബ് a ഈക്വൽ ടു കോസ് സ്ക്വയർ a എന്നാണ്. ഇതിനെ ഞാൻ മൊത്തത്തിൽ ഞാൻ കോസ് ക്യൂബ് a യുമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാ. അപ്പൊ sin ക്യൂബ് a ബൈ കോസ് ക്യൂബ് a ആരാ? tan ക്യൂബ് a ആണ് അല്ലെ. ഈക്വൽ ടു കോസ് സ്ക്വയർ a ബൈ കോസ് ക്യൂബ് a ആരാ? കോസ് സ്ക്വയർ a ബൈ കോസ് ക്യൂബ് a എന്ന് പറഞ്ഞാൽ 1/cos a അല്ലെങ്കിൽ സീക്ക് a. അപ്പൊ tan ക്യൂബ് a എന്ന് പറഞ്ഞാൽ ആരാ? സീക്ക് a ആണ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ tan raised to 6a അല്ലേ കണ്ടുപിടിക്കേണ്ടത്. tan raised to 6a. എടാ tan ക്യൂബ് a സീക്ക് a. അപ്പൊ tan raised to 6a എന്ന് പറഞ്ഞാൽ tan ക്യൂബ് a ന്റെ സ്ക്വയർ ആണ്. അപ്പൊ അതിന് സീക്ക് സ്ക്വയർ a എന്ന് കൊടുക്കാം. ഓക്കെ, സീക്ക് സ്ക്വയർ a. ഇനി ഒന്ന് ചെയ്ത് നോക്കിയേ. സീക്ക് സ്ക്വയർ a മൈനസ് tan raised to 6a ക്ക് വരാൻ സീക്ക് സ്ക്വയർ a കൊടുത്തു. സീക്ക് സ്ക്വയർ a മൈനസ് tan സ്ക്വയർ a. ഓക്കെ, ഇത് നമ്മൾ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണ്. ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓക്കെ, ഓപ്ഷനിൽ 1 ഇല്ല. അപ്പൊ നിങ്ങൾ 1 ഇടാം. ഞാൻ ഓപ്ഷൻ എടുക്കാൻ വിട്ടുപോയതായിരിക്കും. ഓപ്ഷനിൽ 1 ഇല്ല. 1 ആണ് ആൻസർ വരിക. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് അങ്ങനെ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെച്ച് പഠിച്ചോളാം. ചിലപ്പോൾ വഴിയിൽ വീണു പോകാൻ ചാൻസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് കാർപ്പറ്റിംഗ് എ റൂം വിച്ച് ഇസ് 11 മീറ്റർ ലോങ് ആൻഡ് 6 മീറ്റർ ബ്രോഡ്. ഓക്കെ, അപ്പോൾ റൂം 11 മീറ്റർ ബ്രോഡും 11 മീറ്ററും സെന്റിമീറ്റർ തരുന്നുണ്ടേ. അപ്പൊ നിങ്ങൾ 1100 സെന്റിമീറ്ററും 600 സെന്റിമീറ്ററും ആണ് റൂമിന്റെ വലിപ്പം. കാർപ്പറ്റ് 60 സെന്റിമീറ്റർ ആണ് ബ്രെഡ്ത്ത്. ലെങ്ത് പറഞ്ഞില്ലേ? അറ്റ് ദ റേറ്റ് ഓഫ് RS 11250 പെർ മീറ്റർ. ഓക്കെ, മീറ്റർ. അപ്പോൾ
ലെങ്ത് മീറ്റർ ആണ്. അപ്പൊ ലെങ്ത് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണ്, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 60 സെന്റിമീറ്റർ ആണ്. ഇതാണ് ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനത്തെ 1100 × 600 യൂണിറ്റ് സ്പേസ് കവർ ചെയ്യാൻ പറ്റണം. അപ്പൊ അതിന്റെ ഒരു യൂണിറ്റിന്റെ വില എത്രയാ? ഇൻറ്റു 112.50. ഓക്കെ, 6 ഇതും പോയി, ഇതും പോയി. അപ്പോൾ ഒരു 10 ഉണ്ടാവും. 100ന്റെ 2 സീറോയും ഇതും പോയി. ഓക്കെ, ഈ 10 ഇങ്ങോട്ട് പോയാൽ 1125 എന്ന് കിട്ടും, ഇൻറ്റു 11 കിട്ടും. ഇപ്പൊ 11ന്റെ മൾട്ടിപ്ലൈ ചെയ്താൽ നോക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. 2 ചെയ്താൽ സെയിം ആണ്. ഇപ്പോൾ ഞാൻ 11ന്റെ മൾട്ടിപ്പിൾസ് നോക്കാം. 1 3 4 5 9, 2 7 9, 9 - 9 ഓക്കെയാണ്, 11ന്റെ മൾട്ടിപ്പിൾ ആണ്. വേറെ 11ന്റെ മൾട്ടിപ്പിൾസ് ഉണ്ടോ നോക്കാം. 2 1 3, 3 0 പറ്റൂല, കാരണം ഇവിടെ 8 3 11, 11 - 3 ആണ്, പോസിബിൾ അല്ല. 6 1 7, 7 5 12, 12 - 10 പോസിബിൾ അല്ല. അടുത്ത ഓപ്ഷൻ 12, 1 0 0 0 1 വരും. 1 - 6 അല്ലെങ്കിൽ 6 - 1 അതും പോസിബിൾ അല്ല. ആകെ ഒറ്റ പോസിബിലിറ്റി ഉള്ളൂ, അത് ആൻസർ വരും. ഇനി അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 1125 ഇൻറ്റു 11 ചെയ്യുക. എങ്ങനെ 11 ചെയ്യുക? ലാസ്റ്റ് 5 കൊടുക്കുക, അടുത്തത് 5 2 7 കൊടുക്കുക, അടുത്ത് 2 1 3 കൊടുക്കുക, അടുത്ത 1 1 2 കൊടുക്കുക, അടുത്തത് 1 കൊടുക്കുക. 1 2 3 7 5 ആയിരിക്കും നിങ്ങളെ ആൻസർ വരിക. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ABCD വീണ്ടും നമ്മുടെ ജോമെട്രിയാണ്. ABCD is a quadrilateral whose side AB is the diameter of a circle. ഓക്കെ, ഞാൻ ജസ്റ്റ് ഫിഗർ വരയ്ക്കാം. ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ് AB. ഓക്കെ, പിന്നെന്താ പറയുന്നത്? അതൊരു ക്വാഡ്രിലാറ്ററലും ആണ് കേട്ടോ. ABCD എന്ന് പറയുന്നത് ഒരു ക്വാഡ്രിലാറ്ററലും ആണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു ക്വാഡ്രിലാറ്ററൽ തന്നെ വരയ്ക്കാം. യെസ്. ഓക്കെ, അപ്പോൾ ABCD ഇനി എന്താ പറയുന്നത്? ADC 30 ആണ്. ADC 30 അല്ല, 130 ആണ്. 130. അങ്ങനെയാണെങ്കിൽ BAC കാണാനാണ് പറയുന്നത്. ഈ ഒരു ആംഗിൾ കാണാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. BAC കാണാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാരാണ്? ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ AB ഒരു ഡയമീറ്റർ ആണെന്നുള്ളതല്ലേ. AB ഡയമീറ്റർ ആണെങ്കിൽ ഡയമീറ്ററിൽ നിന്നും ഈ ഒരു പോയിന്റിലേക്ക്, സർക്കിളിലേക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചിട്ടുണ്ടാവണം. ഇത് ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് 130 ആണ്. ഓക്കെ, 130ന്റെ ഓപ്പോസിറ്റ്, ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ഉള്ളത് 50 ആയിരിക്കും. 130 50 കൂട്ടുമ്പോൾ 180 കിട്ടണം. അതാണല്ലോ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ പ്രത്യേകത. ഇനി ഇത് 90 ആണല്ലോ, അപ്പോൾ അത് എത്ര ആയിരിക്കണം? 40 ആയിരിക്കണം. എന്നാൽ ഈ ട്രയാങ്കിൾ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ആൻസർ നിങ്ങൾക്ക് 40 എന്ന് കിട്ടും. ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന ആൻസർ ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 18. എ ബോട്ട് ക്യാൻ കവർ 120 km upstream and back in a total of 30 hours, 25 km upstream and 40 downstream in 7 hours. ഓക്കെ, എല്ലാവരും പേടിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ടെൻഷനാണ്, ഇത് ഇങ്ങനെയൊക്കെ ഇക്വേഷൻ എടുക്കണമല്ലോ. ഒരു കാരണവശാൽ നിങ്ങൾ ഇക്വേഷൻ എടുക്കാൻ പോകരുത്. നിങ്ങളൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചോണം. എടാ നോക്കിയോ, 120 km അപ്സ്ട്രീമും 120 km ഡൗൺ സ്ട്രീമും പോകണം. അതിന് ടോട്ടലി വേണ്ട സമയം 30 മണിക്കൂറാണ്. ഓക്കെ, അപ്പോൾ ബോട്ട് എപ്പോൾ 120 km അപ്സ്ട്രീം പോയി തിരിച്ചു വന്നാലും അത്രയും ടൈം വേണം. ഇനി 25 km അപ്സ്ട്രീമും, ഇവിടെ അപ്സ്ട്രീം ആണ്, ഇവിടെ ഡൗൺ സ്ട്രീം. ഓക്കെ, 25 km അപ്സ്ട്രീമും 40 km ഡൗൺ സ്ട്രീമും പോയി വരാൻ ടോട്ടൽ 7 മണിക്കൂർ വേണം. അവിടെ 120 ഡൗൺ സ്ട്രീം ഉണ്ട്, ഇവിടെ 40 ഡൗൺ സ്ട്രീം ഉണ്ട്. അപ്പൊ ഞാൻ ഈ 40നെയും 120നെയും ഈക്വൽ ആക്കുക, അല്ലെങ്കിൽ 25നെയും 120നെയും ഈക്വൽ ആക്കിയാൽ മതി. അതിനെക്കാട്ടും എളുപ്പം 40നെയും ഈ 120നെ ഈക്വൽ ആക്കുന്നത്. എന്ത് ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ മൊത്തം സിസ്റ്റത്തിനെ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ എങ്ങനെ ഇത് മാറുകയെന്ന് അറിയാമോ? 75 അപ്സ്ട്രീം പോകാനും 120 ഡൗൺ സ്ട്രീം പോകാനും ടോട്ടൽ 21 മണിക്കൂർ വേണം. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇതേ പ്രോസസ്സ് ഞാൻ 3 തവണ ചെയ്തു എന്ന് വിചാരിച്ചാൽ മതി. ഇത്ര ടൈം എടുക്കും. അപ്പോൾ ഇവിടെ 120 ഡൗൺ സ്ട്രീം പോകാൻ രണ്ടിടത്തും സെയിം ടൈം മതി. 120 അപ്സ്ട്രീം പോകാനും 75 അപ്സ്ട്രീം പോകാനും അവിടെ വ്യത്യാസം എത്രയാ? ഒരു 45 അപ്സ്ട്രീമിന്റെ വ്യത്യാസമുണ്ട്. 45 km അപ്സ്ട്രീം പോകുന്ന ടൈമിന്റെ കുറവ് ഇവിടെ ഉണ്ടാവും. ഇവിടെ 30 ആണ്, ഇവിടെ 21 ആണ്. എന്ന് പറഞ്ഞാൽ 45 km അപ്സ്ട്രീം പോകാൻ 9 മണിക്കൂർ മതി. അങ്ങനെയാണെങ്കിൽ അപ്സ്ട്രീം സ്പീഡ് എത്രയാ? 45/9 അല്ലെങ്കിൽ 5 എന്ന് കിട്ടും. അപ്സ്ട്രീം സ്പീഡ് 9 അല്ലേ?
അല്ല 5 അല്ലേ, അപ്സ്ട്രീം സ്പീഡ് 5 അല്ലേ, അപ്പൊ അപ്സ്ട്രീം ടൈം എത്രയായിരിക്കും? 120/5. ഇത് ഈ അപ്സ്ട്രീം ടൈം 120/5 24 വരും. ടോട്ടൽ 30 മണിക്കൂറുണ്ട്, അതിൽ ബാക്കി 6 മണിക്കൂർ ഉണ്ടാവും. 120/6 അതായിരിക്കും ഡൗൺ സ്ട്രീം സ്പീഡ്. അത് എത്രയാ? 20 വരും. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? ഹൗ മച്ച് ഡിസ്റ്റൻസ് വിൽ ദ ബോട്ട് കവർ ഇൻ 16 hours ഇൻ സ്റ്റിൽ വാട്ടർ. അപ്പൊ സ്റ്റിൽ വാട്ടർ സ്പീഡ് വേണം. സ്റ്റിൽ വാട്ടർ സ്പീഡ് എങ്ങനെ കിട്ടുക? 5 ഒരു സ്പീഡ്, അടുത്ത സ്പീഡ് 20 ആണ്, /2 ഈക്വൽ ടു 12.5 കിലോമീറ്റർ ആണ് സ്റ്റിൽ വാട്ടർ സ്പീഡ്. 16 മണിക്കൂറിൽ 12.5, 16 × 12.5, 16 ടൈം ഇൻറ്റു സ്പീഡ്. എങ്ങനെ ചെയ്യാം? 16 × 10 160, 16 × 2 32, 16 × 1/2 8, 32 8 40, 160 40 200 വരും. പക്ഷെ ഓപ്ഷനിൽ 200 ഇല്ല. ഓക്കെ, 3 ഓപ്ഷനേ ഉള്ളൂ, ഒരു ഓപ്ഷൻ ഞാൻ മിസ്സാക്കിയതാണ്. 200 ആണ് ആൻസർ വരിക കേട്ടോ. യെസ്, ആ ഓപ്ഷൻ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തപ്പോൾ എന്തെങ്കിലും മിസ്സായതായിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? എ 6 ഡിജിറ്റ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 33. ഏതൊരു 6 ഡിജിറ്റ് നമ്പർ ഉണ്ട്, അതിനെ 33 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ 11 കൊണ്ട് ഡിവിസിബിൾ ആണ്, 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഇതിനെ കൂടെ 54 ആഡ് ചെയ്തു. ഓക്കെ, 11 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള ഒരു നമ്പറിന്റെ കൂടെ 11ന്റെ ഒരു മൾട്ടിപ്പിൾ ആഡ് ചെയ്താലേ വീണ്ടും 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ 54 11ന്റെ മൾട്ടിപ്പിൾ അല്ല, അതുകൊണ്ട് ഇനി 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. ഇനി 54 3ന്റെ മൾട്ടിപ്പിൾ ആണ്, അതുകൊണ്ട് ഇനി 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റും. ഡിവിസിബിൾ ബൈ എത്രയായിരിക്കും? 3 ആയിരിക്കും. പുതിയ നമ്പറിന് 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റും. ഒന്നുമില്ല, ഒരു കൊട്ടയിൽ കുറേ 3 ഉണ്ട്, അതിനകത്ത് ഈ കുറച്ച് 3 കൂടെ ഇട്ടു. ഇപ്പോഴും കുറേ 3 മാത്രമല്ലേ ഉള്ളൂ, ഇപ്പൊ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാ ഇട്ടത് വേറൊരു നമ്പറാണ്, 3ന്റെ മൾട്ടിപ്പിൾ അല്ല. സപ്പോസ് ഇവിടെ 55 ഇട്ടെന്ന് വിചാരിച്ചോ. 55 ഇട്ടാ നിങ്ങൾ നോക്കിയേ, ഇതിനകത്ത് 11 ഉണ്ട്, നമ്മളെ ക്വസ്റ്റ്യനിലും എന്തുണ്ട്? 11 ഉണ്ട്. അപ്പൊ 11, അപ്പോൾ 11 കൊണ്ടേ മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റുള്ളൂ. 55 എന്ന് പറഞ്ഞാൽ 3ന്റെ മൾട്ടിപ്പിൾ അല്ലാത്തതുകൊണ്ട് 3 കൊണ്ട് പറ്റൂല. ഇവിടെ പക്ഷെ 3 കൊണ്ട് പറ്റും. അടുത്തത് വീണ്ടും ട്രിഗ്നോമെട്രി ആണ്. cos θ + sin θ √2 cos θ ആണ്. ഫൈൻഡ് ദ വാല്യൂ of cos θ - sin θ. ഓക്കെ, പ്രീവിയസ് ഇയർ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടൈപ്പാണ്. ഈ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് പല തവണ വന്നിട്ടുണ്ട്. ഇതെങ്ങനെ ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് cos θ + sin θ ഈക്വൽ ടു √2 cos θ ആണ്. ഓക്കെ, നിങ്ങൾ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? cos square θ + sin square θ. ഇതിന്റെ സ്ക്വയർ എടുക്കുക, അതുപോലെ തന്നെ ഇതിന്റെയും സ്ക്വയർ എടുക്കുക. ഇവിടെ എന്താ വരിക? cos square θ + sin square θ + 2 sin θ cos θ ഈക്വൽ ടു 2 cos square θ. ഓക്കെ, ഇവിടെ കോസും സൈനും മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ സി വെസുമായിട്ട് എടുത്തത് കേട്ടോ. ഈ cos square θ + sin square θ 1 ആണ്. 2 cos θ sin θ, 2 cos θ sin θ ഈക്വൽ ടു 2 cos square θ എന്ന് വരും. ഓക്കെ, ഇനി ചെയ്യേണ്ടത്, ഞാൻ ഈ 2 cos square θ നെ 2 cos square θ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, പറ്റില്ലേ? ഓക്കെ, ഇത് അങ്ങോട്ട് കൊണ്ടുപോവാം. 2 sin θ cos θ ഈക്വൽ ടു 2 cos square θ -1. ഈ 2 cos square θ -1 ആരാ നിങ്ങൾക്ക് അറിയാമോ? ഈ 2, ഓക്കെ, അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഓക്കെ ഇത് തന്നെ ചെയ്യാം, കുഴപ്പമില്ല. 2 cos square θ -1 എന്ന് പറഞ്ഞാൽ cos 2 θ ആണ്. നിങ്ങൾ ആ cos 2 θ ഇക്വേഷൻ ആയിട്ട് പഠിച്ചോണോ? cos 2 θ, cos 2 θ. വേറൊരു മെത്തേഡും കൂടെ പറഞ്ഞുതരാമേ. cos 2 θ ഈക്വൽ ടു 2 cos square θ -1 ആണ്. ഇനി അതല്ല, cos 2 θക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ട്, cos square θ - sin square θ. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 cos square θക്ക് വരാം cos square θ - sin square θ കൊടുക്കാം, എന്നിട്ട് ഇതിലേക്ക് പോവാം. അല്ലെങ്കിൽ തന്നെ ഇവിടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഇക്വേഷനിലേക്ക് പോകാൻ വേണ്ടി പറ്റും. പറ്റില്ലേ? എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? വേണ്ട, ഇത് തന്നെ ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 cos square θ -1 കിട്ടും. ഈ 2 cos square θ -1 ആരാ? cos square θ - sin square θ ആണ്. ഈ a² - b² ഫോർമാറ്റ് ആണത്. അപ്പോൾ cos square θ + sin square θ ഇൻറ്റു cos square θ - sin square θ എന്നായിരിക്കും ഉണ്ടാവുക. അപ്പോൾ 2 sin θ cos θ ഈക്വൽ ടു ഈ ഒരു വാല്യൂ വരും. അതിൽ cos θ + sin θ നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാ? √2 cos θ ആണ്. അപ്പോൾ ആ ഈക്വൽ ടു √2 cos θ ഇൻറ്റു cos θ - sin θ. ഈ cos θ - sin θ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ √2 cos θ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പോൾ നമ്മളെ ഇക്വേഷൻ എങ്ങനെ വരും? cos θ - sin θ ഈക്വൽ ടു √2 അല്ല 2 sin θ cos θ ഡിവൈഡ് ബൈ √2 cos θ. cos θയും cos θയും കട്ടാവും. യെസ്, √2 കട്ടാവും, √2 എന്ന് വരും. ഈക്വൽ ടു √2 sin θ, √2 s അല്ലെങ്കിൽ √2 sin θ എന്ന് വരും, ഇല്ലേ?
√2 sin θ ഉണ്ടോ? ഉണ്ട്. √2 sin θ ഉണ്ട്. യെസ്, കറക്റ്റ് ആൻസർ അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇവിടെ ഈ ഇക്വേഷൻസ് cos 2θ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടാവണം. ഞാൻ കുറച്ച് എഴുതിത്തരാം. cos 2θ ഈക്വൽ ടു cos സ്ക്വയർ θ മൈനസ് സൈൻ സ്ക്വയർ θ ഉണ്ട്. പിന്നെ ഓക്കെ, cos സ്ക്വയർ θ മൈനസ് സൈൻ സ്ക്വയർ θ ഉണ്ട്. പിന്നെ അതുള്ളത് cos റേസ്റ്റ് 4 θ മൈനസ് സൈൻ റേസ്റ്റ് 4 θ ഉണ്ട്. പിന്നെ 1 മൈനസ് 2 സൈൻ സ്ക്വയർ θ ഉണ്ട്. അതുപോലെ തന്നെ 2 cos സ്ക്വയർ θ മൈനസ് 1 ഉണ്ട്. ഇത് പഠിച്ചു വെച്ചോളാം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു ടൈപ്പ് ആയിരിക്കും. യെസ്, അടുത്തത് the areas of 3 adjacent faces of a cuboid are 32, 24 and 48. What is the volume of cuboid? Okay, അത് സിമ്പിൾ ആണ്. അതായത് ഒരു സൈഡ് തന്നത് എക്സ് സ്ക്വയർ ആണ് 32 തന്നത് അല്ലെ, ഒരു സൈഡിന്റെ ഏരിയ. അടുത്തത് വൈ സ്ക്വയർ ആണ് 24 തന്നത്. അടുത്ത് ഓക്കെ അങ്ങനെയല്ല ഒരു മിനിറ്റ്. 3 അഡ്ജസന്റ് സൈഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ ക്യൂബോയിഡിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എക്സ് വൈ, ഒരു സൈഡ് എക്സ് വൈ ആയിരിക്കും, ഒരു സൈഡിന്റെ ഏരിയ എക്സ് വൈ ആയിരിക്കും, അടുത്ത സൈഡിന്റെ ഏരിയ വൈ സെഡ് ആയിരിക്കും, അടുത്ത സൈഡിന്റെ ഏരിയ എക്സ് സെഡ് ആയിരിക്കും. ഇത് മൂന്നാ തന്നിട്ടുള്ളത് ആണല്ലോ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് വൈ സെഡ് ആണ്. ക്യൂബോയിഡിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ 3 സൈഡ് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് വൈ സെഡ് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് ഇതാണ്. ഇതിന്റെ അന്ന് എക്സ് വൈ സെഡ് എടുക്കണം. ഓക്കെ, അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിനെ 3 അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിനെ 3 മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ ഇൻറ്റു സെഡ് സ്ക്വയർ എന്നാവുമല്ലോ. അതിന്റെ റൂട്ട് എടുത്ത് ആൻസർ ആയി എക്സ് വൈ സെഡ് എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇവിടെ ഉള്ളത് 32 ഇൻറ്റു 24 ഇൻറ്റു 48. അതിന്റെ റൂട്ട് എടുത്താൽ മതി. 32 എന്ന് പറഞ്ഞാൽ 16 ഇൻറ്റു 2 ആണ്. 16ന്റെ റൂട്ട് എടുക്കുമ്പോൾ 4 പുറത്ത് വരും. ആ 2 അകത്തുണ്ട്. 24 അവിടെ നിന്നോട്ടെ. 48. ഓക്കെ, ആ 2 അകത്തുണ്ട്. 2 ഇൻറ്റു 24 എന്ന് പറഞ്ഞാൽ 48 ഉണ്ട്. 48ന്റെ റൂട്ട് എടുത്താൽ നിങ്ങൾക്ക് 48 തന്നെ കിട്ടും. 4 ഇൻറ്റു 48. 4 ഇൻറ്റു 48 എത്രയാ? 192. ആൻസർ 192 ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. ഏരിയാസ് ഓഫ് അഡ്ജസന്റ് സൈഡ്സ് എന്നാൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ പ്രൊഡക്റ്റിന്റെ റൂട്ട് എടുത്താൽ നിങ്ങൾക്ക് വോളിയം കിട്ടും. ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ നേരെ എന്ത് ചെയ്താൽ മതി? അതിന് റൂട്ടിനകത്തേക്ക് കിട്ടാൻ ആൻസർ ആയി. 21ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടേ ഉള്ളൂ. നമുക്ക് കുറച്ചും കൂടെ സ്പീഡ് ആക്കണം. റേഡിയസ് ഓഫ് 2 cylinders ആർ ഇൻ ദ റേഷ്യോ 2:1 ആൻഡ് ദർ ഹൈറ്റ്സ് ഇൻ ദ റേഷ്യോ 5:2. റേഷ്യോ ഓഫ് വോളിയംസ്. വോളിയം റേഷ്യോ കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം. സിലിണ്ടറിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ πr²h ആണ്. അപ്പൊ ആറിന്റെ സ്ഥാനം ആർ സ്ക്വയറിന് കൊടുക്കണം. ആദ്യത്തെ ആള് ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ വരും 4 ഇൻറ്റു എച്ച് എത്രയാ 5. 4 ഇൻറ്റു 5 ഈസ് 2. രണ്ടാമത്തെ ആള് 1 സ്ക്വയർ 1 തന്നെ. പിന്നെ എച്ചിന്റെ സ്ഥാനത്ത് 2. 1 ഇൻറ്റു 2. ഓക്കെ, 4 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 20. 20 ഈസ് 1 ഇൻറ്റു 2 2. 20:2 അല്ലെങ്കിൽ 10:1 എന്ന് വരും. 10:1. 10:1 ഉണ്ടോ? ഉണ്ട്. 10:1 ഉണ്ട്. ഓക്കെ, അത് ഈസി, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. 23. ഓക്കെ, ടൈം ആൻഡ് വർക്ക് ആണ്. n+8 പേഴ്സൺസ് 7.5 hours ഡേ കംപ്ലീറ്റ് 48% ഓഫ് വർക്ക് ഇൻ 20 days. ഓക്കെ, മനസ്സിലായി. ഓക്കെ, അപ്പൊ n+8 ആൾക്കാർ എത്ര ദിവസം വർക്ക് ചെയ്യും? 7.5 hours a day വർക്ക് ചെയ്യും. അത് എത്ര ദിവസം? 20 ദിവസം വർക്ക് ചെയ്യും. അങ്ങനെ ചെയ്യുന്ന വർക്ക് എത്ര ശതമാനം? 48%. ഓക്കെ, അപ്പൊ ഇതൊരു ഇക്വേഷൻ ആണ്, നിങ്ങൾക്ക് അറിയായിരിക്കുന്നു വിചാരിക്കുന്നു. അതായത് നമ്പർ ഓഫ് പീപ്പിൾ ഇൻറ്റു ടൈം ഇൻറ്റു number of days divided by work done equal to n1 t1 d1 divided by w1 equal to n2 t2 d2 divided by w2 ആണ്. നേരെ അപ്ലൈ ചെയ്ത ആൻസർ കിട്ടൂലേ? നോക്കാം. n+8 അല്ല, n+18 ആണ് കേട്ടോ. n+18 ആണ്. n+12 ഇൻറ്റു 30 days ആണ്. 30 days ആണ്. 6.5 hours ആണ്. ഡിവൈഡഡ് ബൈ 48% വർക്ക് ഇവിടെ തീർത്തു. റിമൈനിങ് വർക്ക് എത്രയാ? 52% വർക്ക് ആയിരിക്കും. ഓക്കെ, ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. 48 52 കട്ട് ചെയ്താൽ 12 4 13 4 കിട്ടും. ഓക്കെ, ഇനി 65 13 ഉണ്ട്. അപ്പൊ 6.5 13 ഉണ്ട്. 6.5 എത്ര? 13 ഉണ്ട്. താഴെ 10 ഇട്ട് കഴിഞ്ഞാൽ 65 5 കിട്ടും. ഓക്കെ, ഈ 0യും ഈ 10ഉം പോയി കഴിഞ്ഞാൽ 3 ഇൻറ്റു 5. മുകളിൽ 3 5 ഉണ്ട്. താഴെ ഇപ്പോൾ ഒന്നുമില്ല. താഴെ എല്ലാം തീർന്നു. ഇനി ഇങ്ങോട്ട് വരാം. ഇവിടെ നശിപ്പിക്കാം. ഇവിടെ കട്ട് ചെയ്യാൻ അറിയുള്ളത്. ഓക്കെ, ഇവിടെ 7.5 ഉണ്ട്. ഇവിടെ 3 ഉണ്ട്. 7.5ഉം 3യും പോയി കഴിഞ്ഞാൽ ഇവിടെ 2.5 എന്ന് ബാക്കി വരും. ഇവിടെ ഒരു 20 ഉണ്ട്. ഇവിടെ ഒരു 5 ഉണ്ട്. അത് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു 4 ബാക്കി വരും. ഇവിടെ ഒരു 12 ഉണ്ട്. ഇവിടെ ഒരു 4 ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു 3 ബാക്കി വരും. ഓക്കെ, ഇവിടെ ഇനി ആരുമില്ല. ഇവിടെ ഇനി ആരും. ഇവിടെ ഇനി ഇപ്പോൾ ആരുള്ളത് 2.5. ഇവിടെ ആരുള്ളത് 3. വേറെ ആരുമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2.5 ഇൻറ്റു n+18 ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തോ. 2.5 n
പ്ലസ് 18 ഇൻറ്റു 2.5 36 9 45 ഈക്വൽ ടു n പ്ലസ് 12 ഇൻറ്റു 3 മാത്രമേ ഉള്ളൂ. n പ്ലസ് 12 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 3n പ്ലസ് 36. ഓക്കെ, അപ്പോൾ ഈ വാല്യൂനെ ഈ 2.5 എന്നിനെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 0.5 n ഈക്വൽ ടു 45 36 പോയ 9. അപ്പം n ഈക്വൽ ടു എത്ര വരും? 9ന്റെ ഇരട്ടി 18 എന്ന് വരും. ആൻസർ 18 ആയിരിക്കും. ഓക്കെ, 23ാമത്തെ ക്വസ്റ്റ്യൻ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള മെത്തേഡ്സ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. Yes, Ravi initially used to save 20% of his monthly income. Okay. Recently his monthly income was raised by 25%. Nominal savings also went up by 5%. Okay. Savings 5% കൂടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ what percentage of his present nominal income does Ravi currently save? Okay. അപ്പോൾ അതിൽ റേഷ്യോ എടുക്കണ്ട, പെർസെൻറ്റേജ് എടുക്കുന്നതിന് എനിക്ക് ബെറ്റർ എന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. 100 ആയിരുന്നു, അതിൽ അയാൾ 20 സേവ് ചെയ്യും, 80 എക്സ്പെൻഡിച്ചർ വരുന്നത്. യെസ്, ഇനി അയാൾക്ക് 25% ഇൻക്രിമെൻറ്റ് കിട്ടി. അപ്പോൾ എന്താ പിന്നെ സംഭവിച്ചത്? 5% എന്ത് കൂടി എന്ന് പറയുന്നത്? സേവിങ്സ് കൂടി. ഹിസ് സേവിങ്സ് ഇൻക്രീസ്ഡ് ബൈ 5%. അതായത് 20 ആണ് ഇപ്പോൾ ഉള്ള സേവിങ്സ്, 20ന്റെ 5%, 20 ഇൻറ്റു 1/20 എത്രയാ? 1. അപ്പോൾ അത് 21 ആയി. ഓക്കെ, ഇനി എന്താ ചോദിച്ചേ? കറണ്ട്ലി സേവ് ചെയ്യുന്നത് ഇൻകത്തിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ചോദിക്കുന്നത്? 125ൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 21 എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും? 21/125. 21/125 എത്ര ആൻസർ വരിക? 210 എത്ര ഉണ്ട്? 210 എത്ര? 125 ഉണ്ടെന്ന് നോക്കി ആൻസർ ആയി. 210/125. ഒരു 125 125 ബാക്കി 75ഉം 10ഉം 85 ഉണ്ടാവും. ഓക്കെ, 85. 850 എത്ര? 125 ഉണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഏതാണ്ട് ആൻസർ കിട്ടും. ഓക്കെ, എന്തായാലും അത് 5നെക്കാട്ടും കൂടുതലാണ്. അപ്പോൾ 15 അല്ല, 15നെക്കാട്ടും മുകളിലാണ്. പക്ഷേ 1 പോയിന്റ് എന്നാണ് വരുന്നത്. അപ്പോൾ എന്തായാലും 20 അല്ല. അപ്പോൾ എന്തായാലും ആൻസർ 16.8 തന്നെ വരും. ഇങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ ഫൈനൽ ആൻസർ കിട്ടുന്നവരെ തപ്പി നടക്കേണ്ടി വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ സം ഓഫ് RS 12,000 എമൗണ്ട് ടു 20,736 ഇൻ 3 years അറ്റ് എ സർട്ടൈൻ റേറ്റ് പെർ ആനം. ഓക്കെ, ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആനുവലി കോമ്പൗണ്ട് ചെയ്തിട്ട് 12,000 എന്തായി എന്നാണ് പറയുന്നത്? 12,000 20,736 ആയി. ഓക്കെ, എത്ര കൂടിയിട്ടുണ്ട്? അപ്പം 20,736 ആയി എന്ന് പറയുമ്പോൾ 8736 ഇത്രയും ഇൻക്രിമെൻ്റ് ഉണ്ടായിട്ടുണ്ട്. യെസ്, ഇനി സെയിം 2 വർഷത്തേക്ക് അല്ലേ? വാട്ട് വിൽ ബി ദ എമൗണ്ട് സെയിം സം ബി? അതായത് ഈ എമൗണ്ട് തന്നെ 2 വർഷത്തേക്ക് ഇട്ടാൽ ഇപ്പോൾ ഉള്ള സം എത്രയാണെന്ന് ചോദിക്കുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലല്ലോ, എമൗണ്ട് എത്രയാണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കണം. ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എത്ര പെർസെൻറ്റേജ് കൂടി, എത്ര പെർസെൻറ്റേജ് ആണ് 3 വർഷത്തിലായെന്ന് നോക്കണം. ഓക്കെ, നിങ്ങൾക്കറിയാം 3 വർഷത്തേക്കായി എന്ന് പറഞ്ഞാൽ 3 ടൈംസ് കോമ്പൗണ്ട് ആയി എന്നാണ്. അപ്പോൾ നിങ്ങൾ 1+6ൻ്റെ ക്യൂബാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുക. ഓക്കെ, 1+6ൻ്റെ ക്യൂബാണ് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു റേഷ്യോ എടുക്കുമ്പോൾ 20,736 ഡിവൈഡഡ് ബൈ 12 ചെയ്യുമ്പോൾ ഈ ഒരു റേഷ്യോ ആണ് കിട്ടുക. ഓക്കെ, ഇത് ചെയ്യുന്ന സമയത്ത് 20ൽ 1 12 ഉണ്ട്, ബാക്കി 8. 87ൽ 7 12 ഉണ്ട്, ബാക്കി 87 കഴിഞ്ഞാൽ 7 12 84, ബാക്കി 3. 33ൽ 2 12 ഉണ്ട്, 24, ബാക്കി 9. 96ൽ 8 12. ഓക്കെ, 1728 എന്ന് കിട്ടും. ഓക്കെ, 1728 ആരുടെ ക്യൂബാണ്? 1728 12ന്റെ ക്യൂബാണ്. അപ്പോൾ 1+6 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കണം? 12 ആയിരിക്കണം, അല്ലെ 1.2 എന്ന് വരും. ഇവിടെ നിങ്ങൾ ഹരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് 17.28 ആയിരിക്കും കിട്ടേണ്ടത്. 17.28 അല്ല, 1.728 ആണ് കിട്ടുന്നത്. അതിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് 1.2 എന്ന് കിട്ടും. ഓക്കെ, 1.2 അതായത് 20% ആണ് കൂടുന്നത്. നമുക്ക് എന്താ വേണ്ടത്? 2 വർഷത്തേക്കല്ലേ? അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എടുക്കണം. അതിൻ്റെ സ്ക്വയർ എടുത്താൽ എത്ര കിട്ടും? 1.44 എന്ന് കിട്ടും. 1.44 ആയിട്ട് മാറണം. എന്താ മാറേണ്ടത്? സെയിം എമൗണ്ട് 12,000 ഇൻറ്റു 1.44. ഓക്കെ, അവിടെ എന്താ ചെയ്യുന്നത്? 12 ഇൻറ്റു 144. 144 എന്ന് പറഞ്ഞാൽ 12ന്റെ സ്ക്വയർ ആണ്. 12ന്റെ സ്ക്വയറിൻ്റെ 12 എന്ന് പറഞ്ഞാൽ 1728. അപ്പോൾ 1728 സംതിങ് വരുന്ന ഒരു ആൻസർ ഓപ്ഷനിൽ നോക്കിയാൽ മതി. 1782 അല്ല, 1728 ഇതായിരിക്കും ആൻസർ. എന്ന് പറഞ്ഞാൽ അവിടെ 12ന്റെ ക്യൂബ് പറഞ്ഞാൽ മാത്രം മതി, വേറൊന്നും ചെയ്യേണ്ട. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാനേജ് ചെയ്യാൻ പഠിക്കണം ഈ കാൽക്കുലേഷൻസ്. ഇവിടെ ക്യൂബ് റൂട്ട് എടുക്കാൻ പഠിക്കണം, അതുപോലെ തന്നെ
അത് പെട്ടെന്ന് എടുക്കാൻ പറ്റിയ നല്ലത്. ഇനി അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യേണ്ടി വരും. അത് കുറച്ചും കൂടെ ടൈം കൺസ്യൂമിംഗ് ആണ്. ഓക്കെ, ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ 25 ക്വസ്റ്റ്യൻസും അത്യാവശ്യം ഒരു എന്ന് പറയാൻ പറ്റും, ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു മിഡ് റേഞ്ച് എക്സാം എന്നൊക്കെ പറയാം. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷേ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ കുറവാണ്. അത്യാവശ്യം ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എഴുതിയിട്ട് ഇതുപോലെ സ്കോർ ചെയ്യാൻ പറ്റിയോ, അതോ ഇതിനെക്കാട്ടും സ്പീഡിൽ ആൻസേഴ്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് പറയാം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ പരമാവധി പെട്ടെന്ന് ചെയ്യണം, അതാണല്ലോ മോക്കിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഞാൻ കൺസെപ്റ്റിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടില്ല. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ടോപ്പിക്സ് കൺസെപ്റ്റായിട്ട് തന്നെ പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് CGL-ന് മുമ്പായിട്ട് ആ ടോപ്പിക്കുകൾ ഒന്ന് കവർ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ചാനലിൽ ഇപ്പോൾ സീരീസ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ സീരീസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്യാം. അത് ഫോളോ ചെയ്താൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കമന്റ് ബോക്സിൽ ഇന്നത്തെ മോക്ക് ടെസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഇടുന്നുണ്ട്. അത് പെട്ടെന്ന് തന്നെ ടൈം കഴിയുന്നതിന് മുന്നേ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം എഴുതുക, ഏറ്റവും അടിപൊളിയായിട്ടുള്ള റാങ്ക് തന്നെ വാങ്ങിക്കുക. അങ്ങനെ വാങ്ങിക്കുന്ന സമയത്ത് അതിനൊരു കാരണക്കാരാവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നും ഞങ്ങൾ തന്നെ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഹാപ്പി ലേണിംഗ്.